കല്ലേറ്റുംകരയിൽ നാട്ടുകാരുടെ കാൽനടയാത്രാ സൗകര്യം മുന്നറിയിപ്പില്ലാതെ തടസ്സപ്പെടുത്തിയ റെയിൽവേ അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് റെയിൽവേ സ്റ്റേഷൻ വികസന സമിതിയുടെയും കല്ലേറ്റുംകര വികസന സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഒക്ടോബർ 11-ന് ജനകീയ സമര സദസ്സ് സംഘടിപ്പിക്കുമെന്ന് മുഖ്യ സംഘാടകൻ വർഗീസ് തൊടുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇക്കാര്യത്തിൽ സംസ്ഥാന മന്ത്രി കൂടിയായ MLA-യും കേന്ദ്രമന്ത്രി കൂടിയായ MP-യും പുലർത്തുന്ന നിസ്സംഗത പ്രതിഷേധാർഹമാണ്. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ആര് തടസ്സപ്പെടുത്തിയാലും പരിഹാര നടപടികൾക്ക് ഉത്തരവാദിത്വമുള്ള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മൗനത്തിലാണ്. കല്ലേറ്റുംകരയിൽ നിലവിലുള്ള കാൽനട മേൽപ്പാലത്തിൽ ഇരുവശത്തേക്കും പ്രത്യേക ഗോവണികൾ നിർമ്മിച്ച് അടിയന്തര പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നും വർഗീസ് തൊടുപറമ്പിൽ ആവശ്യപ്പെട്ടു. വർഗീസ് പന്തല്ലൂക്കാരൻ, അഡ്വക്കേറ്റ് KF ജോസ്, KK ബാബു, ജോസ് PL എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. 2 നൂറ്റാണ്ടിലധികം പാരമ്പര്യമുള്ളതാണ് കല്ലേറ്റുംകരയിലെ കാൽനട യാത്രാ സൗകര്യം. പിന്നീട് 2006-ൽ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ റെയിൽവേ കാൽനട യാത്രാ സൗകര്യം നിഷേധിച്ചുകൊണ്ട് പ്ലാറ്റ്ഫോമുകളുടെ നീളം വർദ്ധിപ്പിച്ചു. സാങ്കേതികമായി റെയിൽവേക്ക് അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം ഇതേ സമിതി തന്നെ സമരം നടത്തിയിട്ടാണ് പ്ലാറ്റ്ഫോമുകളുടെ നീളം കൂട്ടാനുള്ള പദ്ധതികൾ ഉണ്ടായത്. ഇതിൽ ഏറ്റവും വലിയ ചതി ആരംഭിക്കുന്നത് റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പ്ലാനിംഗ് സമയത്താണ്. കാരണം കല്ലേറ്റുംകരയിലൂടെ നേരെ പോകേണ്ട മേൽപ്പാലം ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുക, ഇന്നല്ലെങ്കിൽ നാളെ കല്ലേറ്റുംകരയിൽ നിന്നൊരു വലിയ വാഹന അപകടത്തിൻ്റെ ദുരന്ത വാർത്ത വരും, സംശയിക്കേണ്ട. കാരണം മേൽപ്പാലം അങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പോലെ വളഞ്ഞ് ഒരു മേൽപ്പാലം. മറ്റെല്ലാ മേൽപ്പാലങ്ങളും അതാത് റോഡുകളിലൂടെ പോയപ്പോൾ കല്ലേറ്റുംകരയിലെ ചില നിക്ഷിപ്ത താല്പര്യക്കാരുടെ താല്പര്യാർത്ഥമാണത് പോലെ വളഞ്ഞത്.